ചിന്നു, നമ്മളിപ്പോ എങ്ങോട്ടാണ് പോകുന്നത്? ഭ്രമരം പോയൻ. നമ്മുടെ സ്വന്തം ലാലേട്ടന്റെ ഭ്രമരം എന്ന് പറഞ്ഞ മൂവി ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ. അതെ, 2009 ലസ്സി സാർ സംവിധാനം ചെയ്ത് മോഹൻലാൽ സാർ അഭിനയിച്ച ഭ്രമരം മൂവി ഷൂട്ട് ചെയ്ത അതേ ലൊക്കേഷനിലേക്കാണ് പോകുന്നത്. ആ ലൊക്കേഷനെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ആ സിനിമയ്ക്കകത്ത് ജീപ്പ് ഓടിച്ച് മോഹൻലാൽ കയറി പോകുന്നൊക്കെ അല്ലെ, ആ ലൊക്കേഷനാണ് നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. മനോഹരമായിട്ട് വഴികളിലൂടെ അല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്ത് രസം അല്ലെ, അടിപൊളിയല്ലേ, തകർത്ത്. ഇത് ഹണി റോക്ക് എന്ന് പറയും. ശ്രദ്ധിച്ചു നോക്കേ, ഹണി കണ്ടോ, തൂങ്ങി കിടക്കുന്ന കണ്ടോ? യെസ്, ഇതിൽ നിന്ന് അവര് എടുക്കുന്നുണ്ട്. ഇത് അവര് സന്ദർശകർക്ക് വേണ്ടിയിട്ട് സംരക്ഷിച്ച് നിർത്തിയേക്കാണ് ഇപ്പൊ. അത് കയറാണല്ലോ അതിന്റെ എത്രയാ? 20. അത് കയറി കഴിഞ്ഞാൽ കുറെ കാണാം അല്ലേ? 2 ടിക്കറ്റ് തരാം ചിനു. അത് കയറുന്നതിന്റെ ടിക്കറ്റ് അത് ആണോ? ട്രീ ഹൗസാ? ഇപ്പൊ ഇതാണ് നമ്മുടെ ഏരിയ, ഭ്രമരം തട്ടക അല്ലെ? ഇതാണ് ഭ്രമരം. ഇത് ഫുള്ള് ഇതൊക്കെ അന്ന് ഷൂട്ട് ചെയ്ത ഏരിയകളാണോ? ഏരിയകളാണ് പറയുന്നത് മൊത്തത്തിൽ അല്ലേ? അതിൽ കയറി നോക്കാം അല്ലേ? അതിൽ കയറാനല്ലേ നമ്മളിപ്പോ ടിക്കറ്റ് എടുത്തത്? 20 രൂപ ഒരാൾക്ക്. 20 രൂപ വെച്ചല്ലേ? അതെ അതെ, എല്ലാത്തിലും കയറാമോ? ഫ്രീ ആയിട്ട് വന്ന ആൾക്കാർ കയറുന്നുണ്ടല്ലോ. അല്ല, ടിക്കറ്റ് എടുത്തിട്ടാ. അല്ല, അവരെടുത്തിട്ടുണ്ടല്ലോ. ഒരു ജീപ്പേ വരുന്നവരായിരിക്കും, അതുകൊണ്ടായിരിക്കും കയറി പോകുന്നുണ്ട് എല്ലാവരും അല്ലേ? ഭയങ്കര ഒരു കാര്യം ചെയ്തു, 2 മിനിറ്റ് കഴിഞ്ഞ് വന്നിട്ട് കയറാം. അതെ അതെ, അവര് കയറട്ടെ. ആൾക്കാർ കയറിക്കൊണ്ടിരിക്കുക. 7 പേർ മാത്രമേ കയറാൻ പാടുള്ളൂ എന്ന് ഇത് വെച്ചിട്ടുണ്ട്. ആണോ? പക്ഷെ അവര് കുറെ പേര് കയറി പോയിട്ടുണ്ടല്ലേ? അതെ അതെ, കുഴപ്പമില്ലാന്ന് പറഞ്ഞ ചേട്ടൻ. ഇവിടെ ക്യാരറ്റ് ഉണ്ട്, നെല്ലിക്കയാണോ, ചെറുനാരങ്ങ ഒക്കെ ഇവിടെ ഉണ്ടായതായിരിക്കും കേട്ടോ. ചെറുനാരങ്ങ അല്ല, നെല്ലിക്കയാണ്. നെല്ലിക്ക, തൊട്ടപ്പുറത്ത് പേരയ്ക്കാണ്. പേരയ്ക്കുണ്ട്, നെല്ലിക്കുണ്ട്, പേരയ്ക്കുണ്ട്. നമ്മുടെ ക്യാരറ്റ് അവിടെ ഇരിപ്പുണ്ട്. നല്ല ഏരിയ. എല്ലാ ഇതിലും ട്രീ ഹൗസിലും ആൾക്കാർ കയറി നിൽക്കുവാട്ടോ. എല്ലായിടത്തും ഉണ്ട്. വാ, നമ്മൾ തന്നെ ടിക്കറ്റ് എടുത്താണ്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് വന്ന് കയറാം. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാലേ നല്ല രസമുണ്ട് കേട്ടോ. നമ്മൾ നടന്നു പോണത് നമ്മുടെ നിഴലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് എങ്ങോട്ട് പോയാലോ ചിനു? എങ്ങോട്ടാ? ആ കാണുന്ന സ്ഥലത്തേക്ക് പോയാലോ? ആദ്യം കൂടെ എങ്ങനെ നമ്മൾ അങ്ങോട്ട് പോവാ? അല്ല, ആ വഴി കയറിപ്പോ. ആണോ? ആ കടയുടെ ഇവിടെ പോയാലും ഇപ്പൊ അവരെ ഇറങ്ങി. നമുക്ക് വേണമെങ്കിൽ അങ്ങോട്ട് മുകളിലേക്ക് കയറാം. എന്നിട്ട് പിന്നെ ഇങ്ങോട്ട് വരാം. നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് അവിടെ ചായക്കടയൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഉണ്ടായിരുന്നോ ചായക്കട? പക്ഷെ ഇവര് ഒരു വലിയൊരു മേടിനെ ഇവര് നീറ്റാക്കി വെച്ചിട്ട് അതിനെ ഇത് മാർക്കറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതെ 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 അല്ലേ? നല്ലൊരു ക്യൂട്ടാണ് ഇവിടെ, നല്ല രസമുണ്ട്. ഭയങ്കര രസമായിട്ട് തന്നെ കണ്ടോ ഏരിയ മൊത്തം. അടിപൊളി അല്ലേ? ആ മരത്തിലെന്താ കെട്ടി തൂക്കിട്ടേക്കുന്നേ? മരത്തിലെ സ്ട്രോബെറിയോ? സ്ട്രോബെറിയുടെ ഒരു പോലെ എന്തോ ഉണ്ടാക്കി വെച്ചു. പ്ലാസ്റ്റിക് കുടമില്ലേ? കുടത്തിന്റെ മേൽവശം, അതായത് ആ വക്കുള്ള വശം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ബാക്കി നല്ല തുണിയൊക്കെ ചുറ്റി സ്ട്രോബെറിയുടെ ഷേപ്പ് അല്ലേ? അതെ അതെ അതെ, ആ ഷേപ്പിൽ അത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. ഭയങ്കര രസം കാണാനായിട്ട്. നല്ല ക്ലൈമറ്റ് ആട്ടാ ഈ സമയത്തെ, നല്ല തണുപ്പാ. ഇനി അവരെ ഇറങ്ങിയാൽ നമുക്ക് കേറാം. ഇവിടെ കുതിര സവാരി എത്ര? 100 രൂപ അല്ലേ? 100 രൂപയുള്ളൂ പെർ ഹെഡ്. കമ്പേ തന്നെ പണിതേക്കാണ് കേട്ടോ. ഏതാ? കമ്പൗണ്ട് തന്നെ പണിത് വെച്ചേക്കുന്നത് അല്ലേ? ഒരു ട്രീ അല്ലെ? ആ ട്രീ മുറിച്ച് അതിന്റെ മുകളിൽ സെറ്റപ്പ് ചെയ്തേക്കാം. ട്രീ മുറിച്ചിട്ടില്ല, നിലർത്തിയിട്ടുണ്ട്. ചില്ലകളൊക്കെ കുറച്ചൊക്കെ വെട്ടിയൊക്കെ കളഞ്ഞ് അത് ഷേപ്പ് ചെയ്ത് വെച്ചേക്കും. നന്നായിട്ട് അതന്നെ ഷേപ്പ് ചെയ്ത് വെച്ചേക്കാം, നശിപ്പിച്ചിട്ടില്ല. മാക്സിമം അത് വെച്ച് തന്നെ അവര് ശരിയാക്കിയിട്ടുണ്ട്. ഇവിടെ നിന്നുള്ള വ്യൂ നോക്കിയേ. ടോയ്ലറ്റ് ഉണ്ട്, 10 രൂപ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ. അങ്ങോട്ട് കാണിക്കണ്ട, വായോ ഇങ്ങോട്ട് എന്നിട്ട് നമുക്ക് ഇനി അതിന് മേൽ കയറാം അല്ലേ? നമുക്ക് കയറാം. അവിടെ ആൾക്കാരില്ല അധികം. അധികം ഇല്ല, ഒരാളുണ്ട്, 2 പേരുണ്ടല്ലേ? കയറാം. അതിൽ പോയാലോ? എല്ലാം നല്ല ഇടവഴികൾ തിരിച്ച് ഇതിലേ പോകാവുള്ളൂ എന്ന് പറയുന്ന പോലെ. ഇത് നല്ല രസമുണ്ട്, ഇങ്ങനെ 2 സൈഡിൽ വേലികൾ കെട്ടി നിർത്തിയാണ്. അല്ല, അതുകൊണ്ട് ഇതിലെ മാത്രം നമ്മൾ പോകത്തുള്ളൂ. അല്ലെങ്കിൽ ഈ പുൽച്ചെടി എന്തിന്, പുൽത്തൈലത്തിന് വേണ്ടിയിട്ടുള്ളതേ, അതിൽ കൂടെ കയറി പോകും, അത് നശിപ്പിക്കുകയും ചെയ്യും. ഇതിപ്പോ വൃത്തിയുണ്ട്, നല്ല രസമുണ്ട് കാണാൻ. അതെ 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 അതെ, ഭയങ്കര രസമുണ്ടല്ലേ? വഴിയും തെറ്റില്ല, കുറെ ഗുണങ്ങളുണ്ട്. അല്ല, ഏതിലെങ്കിലും കയറിയാൽ മതി, നേരെ ഇവിടെ തന്നെ എത്തും അല്ലേ? ഇതേ പുല്ല് വെച്ച് അത് പണിതേക്കുന്നത് കേട്ടോ. പുല്ല് വെച്ച് തന്നെയാണ് ഈ ബിൽഡിംഗ് പണിതിരിക്കുന്നത്. നോക്കി കണ്ടാ? അതെ, നല്ല രസമുണ്ട് അത് കാണാൻ. അടിപൊളിയാ അല്ലേ? അപ്പൊ മേളിൽ കയറിയാലോ? മേളിൽ കയറാം. ഓക്കെ, റെഡി? പേടിയാവോന്നോ? കേറാം. കേറിക്കോ. അയ്യോ, അതേടം വാ. ഞാൻ കേറിട്ട് വരാം. അല്ല, നീ കേറിട്ട് വരാം. കേറ. കുത്തനെയാണല്ലോ. കുത്തനെയാണേ. അതെ, ഞാനും കേറുവാ. സൂക്ഷിച്ചു കയറണേ.
എനിക്കിങ്ങനെ ഇങ്ങനെ കുത്തനെ കേറുമ്പോ എനിക്ക് പേടിയാ. ഓയ് അറിയില്ല, അറിയില്ല. ഇനി താഴേക്ക് നോക്കാൻ പേടിയാ. ഭഗവാനേ. എന്നാ കേറണ്ട, ഇറങ്ങ്. പേടിയാണോ? ഇത് ഇത്തിരി ഹൈറ്റ് കൂടുതലാണല്ലോ. കരയല്ലേ അവിടെ നിന്നിട്ട് കേട്ടാ. നോക്കാം, വാ. ഞാൻ താഴേക്ക് നോക്കുന്നില്ല. താഴേക്ക് നോക്കരുത്, താഴേക്ക് നോക്കി കഴിഞ്ഞാ ഓ, ഇതെങ്ങനെ ഇനി ഇവിടെ കേറുന്നേ? ഇവിടേക്ക് ബലം ഉണ്ടാവൂലോ അല്ലേ? ആദ്യമായിട്ടാ പതുക്കെ പോണേ. പക്ഷെ അത് കുലുങ്ങുന്നു. അയ്യോ, ഇതെന്താ കുലുങ്ങണേ? എല്ലാവരും ആദ്യമായിട്ട് നമുക്ക് കേറണോ? ഇറങ്ങി വാ. നീ ഇപ്പൊ കേറി വന്നേ. ഇതേ താഴേന്നാ. ഞാൻ കാണുന്നില്ല, താഴേക്ക് ഞാൻ നോക്കുന്നില്ല. എന്നാ കേറണ്ട, പേടിയാണേ കേറണ്ട. കേറുന്നത് നല്ലതാണ്, നല്ല രസമുണ്ട് കാണാൻ അല്ലേ? ആദ്യമായിട്ട് പറ്റുമെങ്കിൽ പോയിക്കോ. അതിന്റെ മേളിൽ എങ്ങോട്ട് മേളിലേക്കാ? വേണ്ട, വാ ഇറങ്ങാം. ഈ ബാഗും കൊണ്ടല്ലേ കേറണ്ടേ? പതുക്കെ ഇവിടെ നിന്ന് ഇറങ്ങിയാൽ മതി. ഇറങ്ങുന്നോ? ഇറങ്ങിക്കോ. അല്ല, ഇവിടം വരെ വന്നിട്ട് മോള് വേറെ കയറാം അല്ലേ? അത് കുഴപ്പമില്ല, ചെറുതേ കയറാം. ചെറുതിൽ കയറാം. പേടിയാവണം എനിക്ക്. ആണോ? പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, സേഫാണ്. കുലുക്കുന്നുണ്ടല്ലേ? പതുക്കെ ഇറങ്ങും. ബാ, ചെരുപ്പ് ഒരു താഴത്തേക്ക് കിട്ടാൻ വേണമെങ്കിൽ. വേണോ? എന്താടി ഇത്ര പേടിയാ? ആവേശത്തില് വന്നതാ ഞാൻ. അത് മരം കിടന്ന് ഇളകുന്നുണ്ടാടി. ആ, ഇറങ്ങിക്കോ. ഇറങ്ങ. ഓക്കെ, ചെറുത് കയറാം. രണ്ട് കൈയും പിടിക്കുക ബലത്തില്. ഓക്കെ, പതുക്കെ ഇറങ്ങിക്കോ. ഇറങ്ങുന്നതിന് ഓക്കെ ആണോ? ഇപ്പൊ ഇറങ്ങാൻ കുഴപ്പമില്ല. പതുക്കെ ഇറങ്ങണേ. പതുക്കെ എടുക്കണ്ട ഇറങ്ങണത്. പതുക്കെ ഇറങ്ങിക്കോ. ബാഗും കൊണ്ട് ശ്രദ്ധിച്ച്. ഈശ്വരന്മാരെ, ഇത് ഇളകിക്കൊണ്ടിരിക്കുകയാണല്ലോ. ദൈവമേ. അവര് മേളിൽ കയറിയിട്ടേ, മേലെ കയറുമ്പോൾ ഇതിന് മേളിൽ കുറച്ച് ആൾക്കാർ നിൽപ്പുണ്ടേ. അവർ കിടന്ന് ഇത് ഇളക്കിക്കൊണ്ടിരിക്കുകയാണേ. മരം ഉൾപ്പെടെ കിടന്ന് ഇളകുക. അങ്ങനെ ചിന്നു പേടിച്ച് ഇറങ്ങിപ്പോയി. ഇപ്പം എന്തായാലും ചിന്നുവിൻ്റെ കൂടെ അങ്ങ് ചെല്ലാം. ഇനി ഒരു കാര്യം ചെയ്യാം, നമുക്ക് അടുത്തത് കയറാം. കുഞ്ഞിതുണ്ട്, അപ്പുറം ചെറുതുണ്ട്. ഇത് വലുതാ അല്ലേ? അത് ചെറുതാണോ? ഇത് എത്ര സ്റ്റെപ്പാ? 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 അടി ഹൈറ്റേ കാണത്തുള്ളൂ. 30 അടി ഹൈറ്റ് അത്രേ ഉള്ളൂ. അത് ചെറുതായിരിക്കും ആദ്യമായിട്ടാ? അത് അപ്പുറത്ത് ചെറുതായിരിക്കും. നമ്മളിപ്പോ അല്ല, അതും വലുതാ. അത് അതിനും വലുതാണോ? അതിലും വലുതല്ല, അത്ര ഹൈറ്റേ ഉള്ളൂ. അതിന് പിന്നെ പ്രത്യേകത എന്നറിയാവോ? നേരിട്ട് കേറുമ്പോ തന്നെ അവിടെ ചെല്ലുക. ഇത് അങ്ങനെയല്ല, ഞാൻ അങ്ങനെ വിചാരിച്ചത്. അല്ലേ, നീ പൊളിച്ച ഓടിയെന്ന് ചുമ്മാ എന്നിട്ട്. ഇത് കേറി സ്റ്റെപ്പ് ഉണ്ട്, മുകളിലേക്ക് വേറെ സ്റ്റെപ്പ്. അത് മരത്തിന്റെ സ്റ്റെപ്പ്. പക്ഷെ ഇവിടെ നിന്ന് കാണുമ്പോ നമുക്ക് സുഖമായിട്ട് കേറാന്നേ തോന്നുള്ളൂ. അങ്ങനെയാ, ദൂരെ നോക്കുമ്പോ എല്ലാം അങ്ങനെ തന്നെ. അടുത്ത് ചെല്ലുമ്പോഴേ അതിന്റെ വിഷമം അറിയത്തുള്ളൂ. അതെ, ശരിയാ. ഇറങ്ങി കഴിഞ്ഞപ്പോ വീണ്ടും കയറാൻ തോന്നുന്നുണ്ടോ? ആണാ? അത് തന്നെ. ഇവിടെ നോക്കാം നമുക്കല്ലേ. അക്കരപ്പച്ചയാ. ഇത് കൊള്ളാം കേട്ടോ. ഇരുട്ടി തുടങ്ങി. സൂര്യാസ്തമയം. ഇത് പിന്നെ കയറാൻ ചെല്ലും. കേട്ടോ. 40 രൂപ കൊടുത്താ ലാഭിക്കണ്ടേ? ഇതില് കയറാനല്ലേ നമ്മള് എടുത്തത്? ഇതില് കയറാനല്ലേ? ഓ, ഇത് സംഭവം അടുത്ത തുടങ്ങി. സ്റ്റെപ്പിന് ഇത്തിരി പ്രശ്നം. കേറിട്ട് നീ പൊക്കെ കേറിക്കോ, മെല്ലെ കേറിക്കോ. ആദ്യം ബാഗും കൊണ്ട് ബാഗ് അടിയിൽ വെച്ചോ. നീ കേറിക്കോ. അതിന്റെ പലകെ ഇളകി കിടക്കണല്ലോ. ഇതിലാരും കേറുന്നില്ലേ? കേറിക്കോടി. ഇതിന്റെ സ്റ്റെപ്പ് വേറെ ടൈപ്പ് അല്ലേ? മൊത്തം ഇളകി കിടക്കുവാണേ. ആണോ? സ്റ്റെപ്പ് നീ കേറിക്കോ. എടി, ഇത്രയും നേരം കുറെ പെണ്ണുങ്ങൾ കയറി നിൽക്കുന്ന കണ്ടതല്ലേ? വലിയ സേഫ്റ്റി ഒന്നും ഇല്ലാട്ടോ ഇവിടെ. അതെ അതെ അതെ, ഉണ്ടോ? എല്ലാം ഇളകി ഒരു സേഫ്റ്റി കുറവുണ്ട് സത്യത്തില് അല്ലേ? പറയുമ്പോ വളരെ ഇതാണ്, പക്ഷേ കുറച്ചും കൂടി ഒന്ന് സേഫ്റ്റി ആക്കാട്ടോ. കുറച്ചും കൂടെ ഒന്ന് ഈസി ആക്കാം. ഈസി ആക്കുന്നതിന്റെ അല്ല, നമുക്ക് കയറാതിരിക്കാന്നുള്ളതാണ്. അതെ അതെ അതെ. വ്യൂ കിടിലൻ വ്യൂവാ. ഓല കുറച്ചും കൂടി ഒന്ന് മാറ്റിയിരുന്നെങ്കിൽ ഇങ്ങനെ കുനിഞ്ഞു നോക്കണ്ട ഒരു. അല്ല, അവര് പറഞ്ഞതേ
ആന വരുമ്പോഴും കാട്ടുപോത്ത് വരുമ്പോഴും രക്ഷപ്പെടാൻ വേണ്ടിട്ട് പണിതാണ്. അതെ അതെ, ഇവിടെയുള്ള ആൾക്കാർക്ക് വേണ്ടിട്ട് പണിത് വെച്ചേക്കണ സാധന. അവര് ഇത് കാഴ്ചകൾ കാണാൻ വേണ്ടിട്ടുള്ളതല്ലല്ലോ. അതെ, അപ്പൊ അവർക്ക് ഈ സേഫ്റ്റി മതി, കാരണം അവര് ഡെയിലി കയറുന്ന ഒരു സാധനമല്ലേ. അതെ അതെ അതെ, അവർക്ക് അറിയാം ഇതിന്റെ ഇതില് പ്രോയായിരിക്കും കേറാനേ. അതെ അതെ അതെ, അതുകൊണ്ടാ. കുഴപ്പമില്ല, ഇവിടെ വന്ന് കാഴ്ച ഈ ട്രീ ഹൗസിൽ നിന്നിട്ടേ ഈ വലിയ കാഴ്ച ഒന്നും കാണാൻ പറ്റുന്നില്ല. ഏതാ ഇങ്ങനെ ഒളിഞ്ഞു നോക്കേണ്ടി വരും ഇവിടെ കാഴ്ച. അല്ല, അവിടെ സത്യത്തിൽ അവള് പേടിച്ചിട്ടിരിക്കുന്നതാ അല്ലേ? നീ പേടിച്ചിട്ടിരിക്കുന്നില്ലേ? പിന്നെ എനിക്കൊരു ഇതും കൂടി കേറിയില്ലെങ്കിൽ പിന്നെ വെറുതെ ആയി പോയില്ലേ, അത് കാരണം ഞാൻ കേറിയതാ. 40 രൂപ. പക്ഷെ ഇത് രസമാട്ടോ, ഇവിടെ വന്ന് ഇങ്ങനെ ഇരുന്ന് ഫ്രണ്ട്സിന്റെ ഒപ്പം വരുവാണെങ്കിൽ അടിപൊളിയാ അല്ലേ? അപ്പൊ ഇങ്ങനെ ഇരുന്ന് കമ്പനിയൊക്കെ ആയിട്ട് ഇങ്ങനെ സംസാരിച്ചൊക്കെ ഇരിക്കാനും. കപ്പിൾസ് ആയിട്ട് നല്ല തന്നെയാ. ഓ എന്നതാ, എന്നതിനാ ഇത് കണ്ടില്ലേ? കപ്പിൾസ് ആയിട്ട് വരും ഇതുപോലെ അവസ്ഥയായിരിക്കും. എന്റെ പൊന്നോ, മതി. അത് നമുക്ക് ഇറങ്ങിയാലോ? നീ ഇറങ്ങി. വേണ്ട വേണ്ട, ഒന്നാമത് നിനക്ക് കയറാനേ പേടിയാ. കെയർഫുൾ ആയിട്ട് ഇറങ്ങണം കേട്ടാ. കാണട്ടെ. സൂക്ഷിച്ചേ, അത്ര ഇതല്ല അല്ലേ? ഇരുന്നിട്ടാ ഞാൻ ഇറങ്ങണേ. ഇരുന്നിട്ടൊക്കെ നിരങ്ങൊക്കെയാണോ? അതേട്ടാ, ഈ വരിക്ക് പിടുത്തം കുറവാ, ഇത് മിനുസുള്ളതാ. ഇത് കണ്ടോ, ഇതെല്ലാം പൊട്ടിക്കിടക്കുക അല്ലേ? പൊട്ടി അടിയില് പൊട്ടലുണ്ട്. ഇത് മിനുസാ ഇപ്പൊ ഈ കൈവരി. അപ്പൊ ഇരുന്നാ പിന്നെ തിരിച്ച് സ്റ്റെപ്പ് വെക്കുമ്പോ സൂക്ഷിച്ചു വെച്ച് പതുക്കെ ഇറങ്ങി പോവാന്നുള്ളേ ഉള്ളൂ അല്ലേ? കെയർഫുൾ ആയിരിക്കണം. ഇങ്ങോട്ടൊന്ന് പോയി നോക്കൂ. ഇതാണ് കാന്തല്ലൂർ ഏരിയ. ഇപ്പൊ ഈ നമ്മള് കാണുന്ന ഈ വെള്ള വീടുകൾ കുത്തു പോലെ കോവിൽക്കടവ് കാന്തല്ലൂർ ഏരിയ. കോവിൽക്കടവ് കാന്തല്ലൂർ ഏരിയ അല്ലെ? വലിയ മല, ഭയങ്കര മിസ്റ്റാട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുണ്ടോന്ന് അറിയില്ല, ഇവിടെ ഭയങ്കര മിസ്റ്റാ. നോക്കിയാ ഫീലിംഗ് മിസ്റ്റാണ്. അതുപോലെ തന്നെ വെള്ളച്ചാട്ടം സൗണ്ട് കേൾക്കുന്നു, പക്ഷെ ഇവിടെ കേൾക്കത്തില്ല അല്ലേ? കേൾക്കത്തില്ല. വാ, ഇങ്ങോട്ടൊന്ന് പോയി നോക്കാം. വാ, ഇവിടെ പാതകള് ഭയങ്കര റോക്കാണല്ലോ. അതെ, ഇത് കണ്ടോ, ബോൾസ്, കാട്ടുബോൾസ്. കുഞ്ഞി ബോൾസ് അല്ലേ? അതിന്റെ പേരെന്താ ചിന്നു? ഡാലിയ. പണ്ടേ ആദ്യത്തെ വീഡിയോയില് ശ്രദ്ധിച്ചറിയാം. അതിന്റെ അകത്ത് നമ്മളൊരു ആദ്യത്തെ അല്ലല്ലേ, രണ്ടാമത്തെ മൂന്നാമത്തെ അല്ലേ? അപ്പൊ അതിൽ ശ്രദ്ധിച്ചറിയാം. ഞങ്ങൾ ഇങ്ങനെ മൂന്നാറിലൊരു പാർക്കിൽ പോവാ. അപ്പൊ അത് ശ്രദ്ധിച്ച അതിന്റെ അറിയത്തില്ല, ആള് മാറ്റി എഡിറ്റ് ചെയ്ത് വെച്ചു അല്ലേ? ശാസ്ത്രീയ നാമമൊക്കെ തപ്പിപ്പോയി. എനിക്ക് അറിയില്ലായിരുന്നു, ഞാനിത് ഡാലിയ പൂവാന്നാ വിചാരിച്ചതേ. പിന്നെ ആദ്യം പറഞ്ഞു തന്നപ്പോഴേ എനിക്കത് ബോൾസ് ആണ്. അടിപൊളി കേട്ടോ, ഇവിടെ കൊള്ളാം. ഇങ്ങനെ കമ്പനി ആയിട്ട് ഇരിക്കാനൊക്കെ പറ്റിയ നല്ല സ്ഥലം. കണ്ടോ, ഇതാണ് കല്ലിന്റെ അടിപൊളിയായിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കാം. നല്ല കിഡ് സ്ഥലമാണ് അല്ലേ? പാറ, ഇത് കണ്ടോ, എന്ത് രസമാണെന്നറിയാം ഇവിടെ ഇരിക്കാനായിട്ട്. സൂപ്പർ സ്ഥലം അല്ലേ ചിന്നു? വന്ന് ഞാൻ സ്വസ്ഥമായിട്ട് ഇരിക്കാം. പരമാവധി ഹോളിഡേ അല്ലാത്ത സമയം നോക്കി വരുവാണെങ്കിൽ. ഞാനിപ്പോ പറയാൻ വരുമായിരുന്നു, കാരണം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ കുറച്ചൊരു പീസ് കിട്ടും, ഒരു സമാധാനം കിട്ടും. അല്ലെങ്കിൽ റഷ് ആയിരിക്കും. ഇപ്പൊ ചേച്ചി പറഞ്ഞ അവസ്ഥ വെച്ചിട്ട് റഷ് ആയിരിക്കും. ഇപ്പൊ തന്നെ ഒരു ഇത് വരുന്നുണ്ട്, അവര് മൊത്തം ബഹളമൊക്കെ ആയിട്ട്. പക്ഷെ കൂട്ടുകാർ കൂടി വരുമ്പോ ബഹളം വേണം, എന്നാലേ ഉള്ളൂ. പിന്നെ ഇത് കണ്ടോ, അതുകൊണ്ട് വേസ്റ്റ് കിടക്കുന്നുണ്ടോ? വേസ്റ്റ് താഴെ കൂട്ടിട്ടേക്ക്. ഇവിടെ ഇട്ടിട്ട് പോകുന്ന ഈ പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ ആയിരിക്കും അല്ലേ? അതെ അതെ, അത് അവര് പിന്നെ ഒരു സ്ഥലത്ത് കൂട്ടിയിട്ടിട്ടുണ്ട്, എന്താ ചെയ്യണേന്ന് അറിയില്ല. ഇത് കണ്ടോ, അതിന്റെ താഴ്വാരം കണ്ടോ? ഏറ്റവും താഴ്വാരത്തേക്ക് നോക്കുമ്പോ ഇത് മനോഹരമാണ് കേട്ടോ, അടിപൊളി അല്ലേ? അത് എനിക്ക് തോന്നുന്നത് ആ സ്ഥലമില്ലേ, അത് മറയൂരാന്ന് തോന്നുന്നു കേട്ടോ. ആണോ? മറയൂര്. അത് കഴിഞ്ഞിട്ട് ഒരു കുന്നുകൂടെ കഴിഞ്ഞിട്ടാണ് നമ്മൾ നിൽക്കുന്നത് അല്ലേ? സൈഡില് കാണുന്നത് അല്ലേ? അതെ 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 അതെ. എന്താ ഇവിടത്തെ ഒരു വൈബ്, അടിപൊളി. പൊളിച്ച് ഇത് കണ്ടോ മല, ഇതാണ് കോവിൽക്കടവ് ഏരിയ അല്ലേ? അതിനുശേഷം ഇതെല്ലാം വലിയ വലിയ മരം, ഭയങ്കര ശബ്ദം കേൾക്കത്തില്ലേ? മൈക്കിൽ പിടിക്കില്ല, കാരണം നോയിസ് ക്യാൻസലേഷൻ ഇട്ടേക്കുന്നുണ്ടേ അത് അത്രയും കിട്ടാൻ സാധ്യതയില്ല. അതിന്റെ രസമുള്ളത് ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ ട്രീ ഹൗസ് അവിടെ കാണാം. പിന്നെ അപ്പുറം വേറൊരു ട്രീ ഹൗസ് ഉണ്ട്, അത് കാണത്തില്ല. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു ബേസിക് കാഴ്ച. 2-3 ബ്രീത്തൊക്കെ എടുത്താണ്ടല്ല കിട്ടണ ഒരു സുഖം അടിപൊളിയാണ്, പറയാനൊന്നുമില്ല. അല്ല, അടിപൊളി സ്ഥലം അല്ലേ? നല്ല എയർ, അതിന്റെ ഒപ്പം കുറച്ച് നല്ല തണുപ്പുണ്ട്. ഇപ്പൊ ഡിസംബർ അല്ലേ മാസം, അപ്പൊ അതിന്റെ ഒരു തണുപ്പ് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ? മൂക്കിലേക്കൊക്കെ തണുപ്പ് അരച്ച് കേറുവാണ്. താഴെ പോയി എടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും. ഈ തോന്നുന്നത് ഇവിടെ ഇട്ടിട്ട് പോകുന്ന ആൾക്കാർ ഇട്ടിട്ട് പോകുന്ന പ്ലാസ്റ്റിക് കുപ്പിയൊക്കെ പെറുക്കി ഇതാ അവിടെ കൊണ്ടിടുക, താഴെ കൊണ്ടിടുക. അവിടെ ഒരുപാട് കിടപ്പുണ്ട്, നമ്മള് വീഡിയോയിൽ കാണിക്കുന്നില്ല. അത് അതുകൊണ്ട് കാണാം, താഴെ കിടക്കുന്നത് കാണാം, ചെറുതായിട്ട് കാണാതെ ഉള്ളു. കണ്ടോ, വെളുത്ത് കാണുന്ന അത് മൊത്തം അവർ കൊണ്ട് ഇടുന്ന ഈ പ്ലാസ്റ്റിക് കുപ്പികളും കാര്യങ്ങളൊക്കെ തന്നെയാണ് കിടക്കുന്നത്. പിന്നെ നമ്മൾ ഒരു കാര്യം ചെയ്താലോ, ഇങ്ങോട്ട് ആൾക്കാർ വരുന്നുണ്ട്, നമുക്കൊരു കാര്യം ചെയ്താൽ ഇങ്ങോട്ടൊന്ന് പോയി നോക്കിയാലോ? ഇങ്ങോട്ടൊന്ന് പോയി നോക്കാം. അടിപൊളി സ്ഥലമാണ് കേട്ടോ അല്ലേ? നല്ല വൈബാണ് കേട്ടോ. ഇതാണ് ഈ വഴി കൂടെ ഇറങ്ങി പോകുന്നത്. ഇത് കണ്ടോ, എല്ലാം ഇങ്ങനെ കല്ലാണ് മൊത്തം.
ഇത് നടന്ന് ഇവിടെ ഇങ്ങനെ ആയതാന്ന് തോന്നുന്നു. മൊത്തം പാറക്കല്ലായിരുന്നുണ്ടാവും. അല്ല ഇതിന് വേറൊരു കാര്യമുണ്ട്. ഇതിലൂടെയാണ് നമ്മുടെ ലാലേട്ടൻ ഇങ്ങനെ ഓടിച്ചു പോയിക്കൊണ്ടിരുന്നേ. അല്ല ഇതിലേ അല്ല അത് ഭയങ്കര ഇങ്ങനെ ഷെയ്ക്ക് ചെയ്തല്ലേ ജീപ്പില് പക്ഷെ അത് വീശി പോയിക്കൊണ്ടിരുന്നേ. ഈ വഴി ഞാൻ തോന്നുന്നില്ല. ആണോ? ഇതിപ്പോ നടന്നു പോകുന്ന കൂടെ വഴിയല്ലേ. നല്ല നീറ്റായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അവരിവിടെ. എല്ലാം നീറ്റാണ് കേട്ടോ. ആ വേസ്റ്റ് ഒരു സ്ഥലത്ത് കൊണ്ട് കൂട്ടിയിട്ടെന്നുള്ളതേ ഉള്ളൂ. അതെ അതെ. പക്ഷെ എന്നാലും അത് ബാക്കി സ്ഥലങ്ങളെല്ലാം അവർ നീറ്റാക്കി വെക്കാൻ നോക്കി അല്ലേ. പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യുന്നുണ്ടാവണം. ഇതെന്താന്നറിയോ? തൊട്ട് ഈ കാണുന്ന ഇത് ഈ ചെടി പോലെ നിൽക്കുന്നത് എന്താണെന്നറിയോ? ഉറച്ചു നിൽക്കുന്നേ എന്താണെന്നറിയോ? ചെടിയാ? ഇത് ചുറ്റിനും അല്ലേ? അതെന്താ? അതിന് ഇലക്ക് ഒരു പ്രത്യേകത ഉണ്ടല്ലോ, ഒരു ചൊമ്പ കളറൊക്കെ ഉണ്ടല്ലോ അതിന്റെ മുകളില്. ഏത് ഈ ചെടിയാ? ഇത് ചെടിയല്ലേ, ഇത് മരവാ. ആണോ? ഇത് എന്ത് മരം? യൂക്കാലി. ഇതാ? ഇതാണ് യൂക്കാലി. ഇതിന്റെ ഒരേല പറിച്ച് ഇതേ പൊട്ടിച്ച് മണത്തൊക്കെ അല്ലേ. ഇതാണ് യൂക്കാലി തൈലം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള യൂക്കാലി. ഇത് വെട്ടിക്കൊണ്ട് പോയതിനു ശേഷമുള്ളതാണ്. അതെയാ? അപ്പൊ ഇത് വലുതായി വരണ്ടേ? ഇതിന് വലുതായി വരണ്ടേ? വലുതായി പറഞ്ഞ ഇത് ആരും വളർത്തിക്കൊണ്ടിരിക്കുമല്ല, അത് തന്നെ വലുതായിക്കോളും. ഇവിടെ എന്താ ഇത് വെട്ടിക്കൊണ്ട് പോയത് കിളുത്തു വന്നേ. ഇത് ഇഞ്ചിയാണോ? ഇത് ഇഞ്ചിയല്ലേ, ഇത് മഞ്ഞള്. മഞ്ഞളൊക്കെ ഒരുപാട് നട്ടു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അടിപൊളി. ഇവിടെ ഒരു വളവും ചേർക്കില്ലാന്നാ ചേച്ചി പറഞ്ഞേ. ഇവിടുത്തെ കൃഷി ചെയ്യണ സാധനങ്ങളൊന്നും. ശരിക്കും ഇതാ യൂക്കാലിയുടെ ഇതെടുത്ത് കയ്യിലൊന്ന് ഞെരടി എടുത്തേ. ഞെരടി കറക്റ്റ് വേണം യൂക്കാലി തൈലത്തിന്റെ. യൂക്കാലിയുടെ ഇല വെച്ചല്ലേ തൈലം ഉണ്ടാക്കുന്നേ. ഈ തൈകള് കാണാൻ ഒരു രസമുണ്ട്. ഈ ചുമപ്പ കളറ് വന്നിട്ടേ ആ സണ്ണടിക്കുമ്പോ എന്തൊരു ഷൈൻ ചെയ്തവര് നിക്കണേന്ന് അറിയോ? എന്റെ ഇടയിൽ കൂടെ ഒക്കെ ഇറങ്ങി പോവാട്ടെ. ഈ തൈലത്തിന് ഭയങ്കര ഡിമാൻഡാ. ഇതെന്താന്നറിയാവോ? ഇതെന്താന്നറിയോ? ഈ ചെടി പുൽത്തൈലത്തിന്റെ ആണോ? അല്ല, പുൽത്തൈലത്തിന്റെ ചെടി വേറെ. അത് ഇരിക്കുന്നു. ഇതെന്താ അറിയോ? ഇത് ചിറ്റീന്തെന്ന് പറയും. നമ്മൾ പണ്ട് വീട്ടിലൊക്കെ ചൂലൊക്കെ ഇല്ലേ, ചൂലൊക്കെ അടിച്ചു വരാൻ ചൂലുണ്ടാക്കില്ലേ, ആ ചൂലുണ്ടാക്കുന്ന ഇതാണ്. ഇതുകൊണ്ടാണോ? ഇതിന്റെ ഈന്തപ്പഴത്തിന്റെ കാ പോലെ ഇരിക്കും. ഈന്തപ്പഴം തന്നെ ചിറ്റീന്തെന്ന് നമ്മൾ പറയുന്നത്. ഇതാണ് പുൽത്തൈലത്തിന്റെ പുല്ല്. പുൽത്തൈലം ഉണ്ടാക്കുന്ന പുല്ല് ഇതാണ്. ആണോ? ഇതല്ലേ ഈ പുല്ലല്ലേ? നമ്മുടെ സെയിം നമ്മൾ ആ മൂന്നാർ വീഡിയോ ഇല്ലേ, നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡനിലെ വീഡിയോയിൽ നമ്മളത് അവിടെ ഉണ്ടായിരുന്നു പുല്ല്. അവിടെ നമ്മളത് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് നോക്കുമ്പോ ചുറ്റും മഞ്ഞും. ഇതെന്താ വെള്ളം? എവിടെ നിന്ന് ഒരു ഉറവ് വരുന്നുണ്ടല്ലോ വെള്ളം. പാറയുടെ ഇടയ്ക്കുള്ള ഉറവുകളൊക്കെയാ. അവിടെ എന്തോ ഒരു ഷട്ടർ കാണുന്നുണ്ട്. അങ്ങോട്ട് പോയിട്ട് ഇറങ്ങി വരാം. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആട്ടോ. അടിപൊളി കിട്ടില്ല സ്ഥലമാണ്. പിന്നെ വന്ന സമയവും അടിപൊളിയാണ്. നമുക്ക് അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. എന്നാ ഈവനിങ് ടൈം ആയതുകൊണ്ടുള്ള ഒരു ചെറിയൊരു വാംനെസ് ഉണ്ട്. ഫാമിലി ആയിട്ടൊക്കെ വരാൻ കൊള്ളാവുന്ന പൊളി സ്ഥലമാണ്. ഇവിടുന്നുള്ള വ്യൂ ഇതിൽ ഞാൻ തോന്നുന്നു ജീപ്പ് ഓടിച്ചേ. ആണോ? ഇത് കണ്ടോ? അപ്പൊ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കണ്ടോ? നല്ല രസമല്ലേ? പിന്നെ നമ്മുടെ ഇത് വീടല്ല, ഒരു ഷട്ടർ പണിതിട്ടേക്കുന്നതാണ്. ഇവിടെ ആൾക്കാരുണ്ട് കേട്ടോ. ഇഷ്ടംപോലെ വന്നിരിപ്പുണ്ട്. ആൾക്കാർ വന്നിരിപ്പുണ്ട് താഴെ. കണ്ടോ? താഴെ ആൾക്കാർ നമ്മളോർത്ത് നമ്മള് തന്നെ ആയിരിക്കും വലിയ ഇത് പറയാനായിട്ട് വന്നത്. പക്ഷെ ആൾക്കാരെല്ലാം വന്നിട്ടുണ്ട്. ഭയങ്കര ഇതാണ്. നമുക്ക് അങ്ങോട്ട് പോകണ്ടല്ലോ, അവരെ ഡിസ്റ്റർബ് ചെയ്യണ്ട. ഈ സൈഡിലേക്ക് പോയി നോക്കാം. ഏതാ ആറ്റത്തേക്ക് പോ. ഇതുണ്ടോ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ഭയങ്കര രസമായിട്ട് കിടക്കും. മല അടുത്ത് അല്ലേ? എന്ത് രസാ അല്ലേ? അടിപൊളിയല്ലേ? ഒരു സൂര്യൻ ഇങ്ങനെ തിളങ്ങി നിൽക്കുക. ഇതിലേ വലിയൊരു മറ ഫ്രണ്ടിലുള്ള പോലെ മല വന്നിട്ടേ. അടിപൊളിയാണ് കേട്ടോ. അടിപൊളി ഒന്നും പറയാനില്ല. തകർത്ത് ഭ്രമരം പോയിന്റ് എന്ന് പറയുന്നത് ശരിക്കും ഇത് തന്നെയാണേ അല്ലേ? ഇതാ വണ്ടി ഓടിച്ചു പോകുന്ന സ്ഥലം തോന്നുന്നല്ലേ? കണ്ടിട്ട് അതുപോലെ തന്നെയുണ്ട്. വലിയ റിസ്ക് ഒന്നും ഇല്ല കേട്ടോ നടക്കാനൊക്കെ. അതെ, ഇവിടെ ഒരു കടയുണ്ട് കേട്ടോ. ചെറിയ കട അല്ലേ? ഇതേ കടയുണ്ടല്ലോ, അതിന്റെ ഇടയ്ക്ക് കൃഷിയുണ്ട് അവിടെ. അത് വീടും കടയും കൂടെ. എന്തോ സ്ട്രോബെറി അല്ലേ? ആണോ? സ്ട്രോബെറി കൃഷി ഉണ്ടാവും പറഞ്ഞിട്ട്. അപ്പൊ എന്തായാലും പോയി നോക്കാം. ഒരു കടയുണ്ട് കേട്ടോ, കുഞ്ഞൊരു കടയുണ്ടേ. അവരതിൽ നിന്നൊരു ഉപജീവന മാർഗം കണ്ടെത്തുകയാണേ. നല്ലതാണ്. ആണോ? ഇപ്പൊ പൂവില് നിക്കാം അല്ലേ? ഇതെന്താ പറിച്ചെടുക്കണോ? ഇതെന്നതാ? അത് മറ്റേ ചിറ്റീന്താണോ? ഇത് സ്ട്രോബെറിക്ക് ഇങ്ങനെ വെള്ളം കൊടുത്തോണ്ടേ ഇരിക്കണോ? വെയിലല്ലേ? അത് ഈവനിങ് കൊടുത്താൽ മതി അതോ? വറ്റിപ്പോല്ലേ? ഈ ഒരു ഇതിന് എത്ര പ്രാവശ്യം നമുക്ക് വിളവെടുക്കാം? ഇപ്പി നട്ടേക്കണേന്ന്. ഇതിപ്പോ നമ്മള് പുതിയതായിട്ട് എടുത്തതായിരുന്നു. ആണോ? കൃഷി ഇപ്പൊ ആദ്യമായിട്ട് ചെയ്യുന്നതേ ഉള്ളൂ. അതെ. ചേട്ടന്റെ വീടോടാ?
വീട് ഇവിടെ തന്നെയാണ്. അതെ അല്ലേ? ആ, അപ്പൊ നമുക്ക് ഇതിന്റെ അറിയത്തില്ല ഇതിന്റെ വിളവ് എത്ര സമയമാവും നോക്കല്ലേ അല്ലേ? സമയമാകുന്നു. എന്നാലും ഇവിടെ വന്നാൽ ഇത് ശരിക്കും ഭ്രമരം പോയിന്റേ ഈ മോഹൻലാൽ വണ്ടി ഓടിച്ചു വന്ന സ്ഥലമാണോ? ആ, ആ മേളിൽ കയറുന്നതിന്റെ അവിടെ അല്ലേ? ആ, മറ്റേ പാറക്കെട്ടെ കൂടെ വരുന്നതൊക്കെ കാണിച്ച അവിടെയാണോ? ഒരു പാറയുടെ മേളിൽ കൂടെ ഒക്കെ വരുന്നുണ്ട് കാണിച്ചേ. അത് വേറെയാണല്ലേ? ആ, അവിടെ ഏത് സീനായിരുന്നു അവിടെ എടുത്തേ? അത് അറിയത്തില്ലല്ലോ. അറിയത്തില്ലല്ലേ? ജീപ്പ് കയറി വരണോ? ആ, ജീപ്പൊക്കെ കേറി വരുന്ന ഭാഗങ്ങളോ? വീട് വെച്ചിരിക്കുന്നില്ലേ? ആ, അവിടെ ഒരു കൊച്ചും തളയും മറിച്ച് ആയിട്ട് ആ, അവിടെ അടുത്തുണ്ട്. ഓ അതാണത് അല്ലേ? ആ, ലാസ്റ്റ് സീനില്ലേ കുട്ടി മരിച്ചിട്ട് ഇവരെ അങ്ങോട്ട് വിളിച്ചു വരുത്തിയതിന് ശേഷമുള്ള സീന്, ആ ഇമോഷണൽ സീൻസ്, ആ സീനൊക്കെ അത് അവിടെയാണ്. ആ, അതാണ് ട്രീ ഹൗസ് ഒക്കെ ഉള്ള അടുത്തേക്കാണ്. ആ, ആളുടെ ഷോപ്പാണത്. ആ, പുതിയതായിട്ട് തുടങ്ങിയതല്ലേ? എന്തായാലും അടിപൊളിയായിട്ടോ അത്, അടിപൊളിയായിട്ട്. ഇനി വരുമ്പോഴത്തേക്ക് നമ്മള് കാണാം. അതെ, ആ അതെ, പതുക്കെ 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 നല്ല സ്ട്രോബെറീസ് ഒക്കെ ഉണ്ടാവട്ടെ. അതെ. ചേട്ടന്റെ പേരെന്താ? രാമകൃഷ്ണൻ. ആ, ചേട്ടന്റെ പേരോ? വീട് എവിടെ ചേട്ടന്റെ? ഇവിടെ തന്നെയാണോ? ആണോ? ആ, അവിടെയാണ് പുൽത്തൈലം അങ്ങനെയൊക്കെ ഉണ്ടാക്കണ്ട് പറഞ്ഞല്ലേ? ആ, പിന്നെ ആപ്പിൾ കൃഷിയൊക്കെ ഉണ്ട് മുകളില്. കൊറേ ഉണ്ടോ ആപ്പിള്? ആണോ? ആ, അതെ, അവിടെ ഞങ്ങൾ കണ്ടു ഇറങ്ങി വന്നപ്പോ. ഈ യൂക്കാലി എന്താ എങ്ങനെ നട്ടേക്കുന്നത് ഇവിടെ? അത് തൈലത്തിന് വേണ്ടിട്ടാണോ അതോ വെട്ടി കൊടുക്കാൻ തന്നെയാണോ? ആ, പിന്നെ കൊടുക്കാനായിട്ടല്ലേ? ആ, ഇത് യൂക്കാലിയാണോ? അതേലോ. ആ, യൂക്കാലി കൊണ്ടാട്ടോ ആളും ഇതുണ്ടാക്കി വെച്ചിരിക്കുന്നത്. ആ, യൂക്കാലി നല്ല ബലമാണ്. പ്ലൈവുഡ് ഉണ്ടാക്കുന്നത്. ഇത് പെരുമ്പാവൂർക്ക് കയറി പോകൂലേ? പെരുമ്പാവൂർ കയറി പോകും. നമ്മുടെ അവിടേക്കൊക്കെ വരണത് അപ്പൊ ഇവിടുത്തെ ഇതാണ്. ആ, അല്ല ഇവിടുന്ന് മാത്രല്ല, എല്ലായിടത്തും അല്ലെ, ഇടുക്കിന്ന് മിക്കടത്തുന്നത് തന്നെ യൂക്കാലിയാ പോകുന്നത്. ആണല്ലേ? ഈട് നിൽക്കും, നല്ല ബലം ഉണ്ടാവും, നല്ല ബലം ഉണ്ടാവും. തീയുടെ പുക അടിച്ചു കഴിഞ്ഞാൽ എത്ര കൊല്ലായാലും ആ, അത് തന്നെ, പുക വേണം അല്ലേ? ചേട്ടൻ പുതിയതായിട്ട് തുടങ്ങിയേക്കുന്ന ഒരു കടയാണേ, നല്ല ഒരു കുഞ്ഞു കടയാണ്. ഒരുപാട് സ്വപ്നങ്ങൾ കൊണ്ട് തുടങ്ങിയേക്കുന്ന ഒരു കുഞ്ഞു കട. ആ ചേട്ടൻ അവിടെ സ്ട്രോബെറി ഫാം ഉണ്ട്, ഇത് തൊട്ട് താഴെ കാണുന്നതാണ്. ഭയങ്കര രസമായിട്ട്. ചേട്ടൻ ആദ്യമായിട്ടാണ് സ്ട്രോബെറി? ആദ്യമായിട്ടല്ലേ ചേട്ടാ സ്ട്രോബെറി? അതെ. അപ്പൊ ഇവിടെ താമസിക്കുന്നുണ്ടോ ചേട്ടാ? ഇതില് താമസിക്കുന്നുണ്ട്. അതിന് കാട്ടുപോത്ത് വരുന്നുണ്ടോ? കാട്ടുപോത്ത് ഇവിടെയൊക്കെ ഉണ്ടോ? ശല്യം ഉണ്ടോ കാട്ടുപോത്തിന്റെ? ആണോ? ഒരുപാടുണ്ട് അല്ലേ? ഞാൻ ഇപ്പൊ വന്നപ്പോഴേ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്പ്രിംഗ്ലർ വർക്ക് ചെയ്യുന്നില്ലേ, താഴെ വെള്ളം ഇങ്ങനെ കറങ്ങി അടിച്ചോണ്ടിരിക്കുകയാണേ. അത് മോട്ടോർ വെച്ചിട്ടല്ല, അല്ല നേരെ കണക്ഷൻ ആയിട്ട് മലയുടെ വെളിയിൽ നിന്നല്ലേ? അപ്പൊ ആ പവറിൽ ഇവിടെ അത് കറങ്ങിക്കോളും. ആ, സെറ്റ് അങ്ങനെ നോർമലായിട്ട് വന്നേക്കോ? നോർമലായിട്ട് വന്നുകൊണ്ടിരിക്കും. അതെ, വെള്ളത്തിന് പൈസ കൊടുക്കണ്ടല്ലോ, മലയെന്ന് വരുന്നല്ലേ? അതെ, ഇത്ര പ്യൂർ ആയിട്ടുള്ള വെള്ളം. ആ, അതെ, പ്യൂർ ആയിട്ടുള്ള വെള്ളം കറക്റ്റ് ആയിട്ട് വന്ന്, അല്ല സ്പ്രിംഗ്ലർ കൂടെ കറങ്ങി അടിച്ചോളും. കാരണം മേളിൽ നിന്ന് വരുന്നതിന്റെ ബലവും ഇതും കിടക്കും. പിന്നെ ചേട്ടൻ എവിടെയാ താമസിക്കുന്നത്? കാട്ടുപോത്ത് വരുന്നുണ്ട്. കാട്ടുപോത്ത് വരുമ്പോ ഇവിടെ ആള് വേണമല്ലോ, കാവലില്ലെങ്കിൽ പണിയാലേ? അതാ. അങ്ങനെ ഫേസ് ചെയ്തിട്ടുണ്ടോ? കാട്ടുപോത്ത് വന്ന് അങ്ങനെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്, ഒരുപാട് സമയം. ആണോ? പ്രശ്നമുണ്ടോ? അങ്ങനെ പ്രശ്നം ഇതുവരെ ആയിട്ടില്ല. അതെ അല്ലേ? എന്നാലും പറയാൻ പറ്റില്ല. അതെ, എന്നാ പോയിട്ട് വരാം ചേട്ടാ. ആ, ഇതേ കൊച്ചു കുട്ടികളെയും കൊണ്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ, കുഞ്ഞു കുട്ടികളെ കൊണ്ട്. ഇത് കണ്ണിലേക്ക് ഇങ്ങനെ അടിച്ചു വരുന്നോണ്ടേ നോക്കുമ്പോ വേറെ ഇത്. പോയിട്ട് വരട്ടെ. എന്തോ ആ ചേട്ടനാ? അതെ, ആ ചേട്ടൻ ഒരു സ്ട്രോബെറി പഴം തരാന്ന് പറഞ്ഞിട്ട് ആ ചേട്ടൻ പറിക്കാൻ പോവാണ് കേട്ടോ. പാവം, ആ സ്നേഹം അല്ലേ? പിന്നെ അപ്പൊ സ്ട്രോബെറി മേടിക്കാൻ പോകണോ? ചേട്ടൻ സ്ട്രോബെറി എടുത്തരാന്ന് പറഞ്ഞു. ആവുന്നേ ഉള്ളൂ. പാവം, ആദ്യത്തെ വിളവ് ഞങ്ങൾക്കായിരിക്കും ചിലപ്പോ. നല്ലതാവട്ടെ അല്ലേ? അടിപൊളിയാവട്ടെ. അത് മതി ചേട്ടാ, മതി, 2 എണ്ണം മതി. ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് അറിഞ്ഞാൽ മതി. പാവം ചേട്ടൻ കേട്ടാ. ആ, വേണ്ട ഞങ്ങള് വേണ്ടാന്ന് പറഞ്ഞത്, ചേട്ടൻ നമ്മൾ തരാന്ന് പറഞ്ഞു. അതെ ആണല്ലേ? അതാവുമ്പോ പിന്നെ നമ്മൾ അധികം നനച്ചൊന്നും കൊടുക്കേണ്ടി വരില്ല അല്ലേ? തണുപ്പ് ഉണ്ടാവൂലേ? എപ്പോഴും നനയ്ക്കണം അല്ലേ? അപ്പൊ സീസൺ ഡിസംബർ ലാസ്റ്റ് ആണ് ചേട്ടാ. ലാസ്റ്റ്. ആ, ഇനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയേ. കഴുകേണ്ട ആവശ്യമില്ല, ഇവിടെ വളർന്നതല്ലേ, കുഴപ്പമില്ല. കഴുകേണ്ട. അതെ, വലിയ പുളിയൊന്നും ഇല്ല ചേട്ടാ. പുളിയില്ല. വളം ഇട്ടാലാണോ പുളി വരുന്നേ? ആണോ? ഞാനും വിചാരിച്ച സാധാ പുളി വരേണ്ടതാണേ കഴിക്കുമ്പോഴേ. വരില്ല അല്ലേ?
അടിപൊളി, സൂപ്പർ. കൊറേ സ്ട്രോബെറി ഉണ്ടാവട്ടെ ചേട്ടന്. അതെ, അടിപൊളി കേട്ടോ. ചേട്ടൻ നല്ല പെരുമാറ്റം, അതാ നമുക്ക് ഇഷ്ടപ്പെട്ടെ. അത് പറയണമല്ലോ. സൂപ്പർ അല്ലേ? അടിപൊളി സ്ട്രോബെറി. എവിടെ കിട്ടും ഇങ്ങനത്തെ സ്ട്രോബെറി? അതൊക്കെ ഓക്കെ, ഒറ്റയ്ക്ക് തിന്നുവാ. ഒരെണ്ണം കൂടി ഉണ്ട്. ഇതാണ് അത് അല്ലേ? ആഹാ. അപ്പൊ എന്നാ പോയിട്ട് വരട്ടെ ഏട്ടാ. ശരി കേട്ടോ, ഇനി വരുമ്പോ കാണാം കേട്ടോ. ശരി ശരി ഏട്ടാ, പോയിട്ട് വരാം. ദേ ആ പിള്ളേരൊക്കെ കയറി പോവാ. ഒരു പുളിയില്ല. അതിന് മൽബറി കഴിക്കുന്നല്ലേ. അങ്ങനെ പിള്ളേര് കയറിപ്പോ നോക്കിയേ. പാവുണ്ടല്ലേ. എനിക്ക് ഭയങ്കര ചില സ്നേഹങ്ങളെ നമുക്ക് ഭയങ്കര ടച്ചിങ് ആയി തോന്നും. ഹൃദയത്തിൽ ടച്ച് ചെയ്യും, ഭയങ്കര ഫീലിംഗ് ആയിരിക്കും. അതുപോലെ ഉണ്ടാ പാവം. അതാ വിളവെടുത്ത് ആ ചേട്ടൻ ഒരു പ്രതീക്ഷ അല്ലേ അല്ലേ? സ്ട്രോബെറി നട്ട് വിളവെടുത്ത്. അതെ, എന്തോ ഒരു ഭയങ്കര ഒരു പാവമുണ്ട് കേട്ടോ, സത്യം. അതാ പോയിട്ട് ആ 2 സ്ട്രോബെറി എടുത്തരാന്ന് പറഞ്ഞപ്പോ അതുകൊണ്ടല്ല, നിഷ്കളങ്കനാണ്. ഇതല്ലേ ഈ ഒരു ചുറ്റുപാടായിട്ടല്ലേ അവർക്ക് സമ്പർക്കമുള്ളൂ. പക്ഷെ അവിടെ ഏറ്റവും അമൂല്യമായ സാധനങ്ങളാട്ടോ ഉണ്ടായിക്കൊണ്ടിരിക്കണത്. അത്രയും പ്യുവറാണ് ഇവിടുത്തെ സാധനങ്ങളുടെ പോലെ. അവരെ പോലെ തന്നെ ഏറ്റവും അടിപൊളിയാണ് ഇവിടുത്തെ അവരുണ്ടാക്കുന്ന സാധനങ്ങൾ. നല്ല ടേസ്റ്റ് കേട്ടോ. നോക്കി ചെറിയ പുളി ഉണ്ടായിരുന്നേ. അതെ, നമ്മൾ അവിടെയൊക്കെ മേടിക്കുമ്പോൾ കുറച്ച് പുളി വരും, ചെറിയൊരു പുളി. പക്ഷെ ഇതിനൊന്നുമില്ല. അതെ അല്ലേ? പിന്നെ അടിപൊളിയുണ്ട്, നന്നായിട്ടുണ്ട്. ഫാമിലീസ് കണ്ടോണ്ട് നിൽക്കുക അല്ലേ, കാഴ്ചകൾ അല്ലേ? അതെ അതെ, പൊളിച്ച്. ഇത് ചുറ്റും കറങ്ങി അട്ടിച്ച് കാണാനുണ്ട് കേട്ടോ. ഇതാണ് സൺലൈറ്റ്. ഇങ്ങനെയാണ്. ഇവിടെ ഇരുന്നാൽ ഇരിക്കാനേ ഇവിടെ തോന്നുന്നു. എന്താ ഇവിടെ എണീക്കാനേ തോന്നില്ല. ആ വ്യൂ നോക്കിയേ. അതെ, ഏതാ ആ വ്യൂ നോക്കിയേ. സൂര്യൻ അങ്ങോട്ടൊന്നും കാണത്തില്ല. നീ ബാ, നമുക്ക് ഈ വഴി കയറിപ്പോം. ബാ, നമ്മൾ കയറി വന്നത് അപ്പുറത്തെ വഴി, യൂക്കാലിയൊക്കെ നിൽക്കുന്ന വഴിയാണ് വന്നേ. ഇനി നമ്മൾ പോകുന്നത് ഈ വഴി പോവാം. ചെറിയൊരു വേലിയൊക്കെ കെട്ടിയിട്ടുണ്ട്. ഇങ്ങനെ വേലിയൊക്കെ കെട്ടി നല്ലൊരു വഴിയാ, കുഞ്ഞൊരു വഴി. ഇവിടെ നിന്ന് ഇങ്ങനെ കയറി ഇവിടെ ഇതും കടകളാട്ടോ, എന്തൊക്കെയോ കുഞ്ഞു കുഞ്ഞു കടകൾ വരും അല്ലേ? അവരവരുടെ ഉപജീവന മാർഗം ഇവിടെയാണ് ബേസിക്കലി. ഇവിടെ എന്തോ കടകൾ കുറച്ച് അടച്ചേക്ക്. ഇനിയിപ്പം ഇതുണ്ട്, അടച്ചിട്ടേക്കാണേ. അവിടെയുണ്ട്, അവിടെ എന്താ വെളുത്തുള്ളിയോ? വെളുത്തുള്ളി അല്ലേ? ഓ, ഇങ്ങനെയാണോ വെളുത്തുള്ളി ഇരിക്കുന്നത്? ഇവിടെ ഉണ്ടാക്കണ വെളുത്തുള്ളിയാണോ? ഇവിടെ ഉണ്ടാകുന്ന ഇവിടെയൊക്കെ കാപ്പി ഇതുണ്ട്. കാപ്പി നട്ടു വെച്ചേക്കുന്നുണ്ടോ? കാപ്പിയാണത്. സൂം ചെയ്ത് കാണിച്ചു കൊടുക്കുക. കാപ്പി ഇപ്പം എല്ലാവർക്കും കാണാവുന്നല്ലേ. ഇത് കണ്ട കാപ്പി തൈകൾ നിറച്ചിട്ട് വെച്ചേക്കുന്നല്ലേ. ചിന്നു, ഇവിടെയൊക്കെ അവർ ചെറിയ എന്തൊക്കെയോ ഷോപ്പുകൾ തുടങ്ങിയിട്ട്, പക്ഷെ ഇന്ന് ഓഫ് ആയതുകൊണ്ട് അവർ വെച്ചിട്ടുണ്ടാവില്ല അല്ലേ? അതെ. ഇത് കണ്ടോ ചിന്നു, ചെറുനാരങ്ങ ഉണ്ടോ? ചെറുനാരങ്ങയുടെ ഇതാണോ അത്? ചെറുനാരങ്ങ കുഞ്ചു കുഞ്ചു നാരങ്ങ ഉണ്ട്. പൂവിട്ടേക്കാണേ, ഇതുണ്ടോ? പൂവിട്ടേക്ക് അല്ലേ? പൂവിട്ടേക്കാണ്. എന്താ പൂവിട്ടിട്ടുണ്ട്. നാരങ്ങ എന്തിരി ഇതല്ലേ? അപ്പുറത്തുണ്ട്. അപ്പുറത്ത് ഇതൊക്കെ പറിച്ചോണ്ട് പോയിട്ടോ ആൾക്കാര്. ഇത് കണ്ടോ, കുഞ്ഞായിട്ട് കിടപ്പുണ്ട്. കിടക്കുന്നു. ഇവിടെ ഉണ്ട്, കുറേ ഉണ്ട്. ആ സൈഡിൽ കുറച്ചും കൂടി വലിപ്പമുണ്ട്. ഇതല്ലേ കിട്ടി. മേലേക്ക് നോക്കൂ, ഇതുണ്ടോ? നിറച്ച് പറിക്കരുത്, നമ്മൾ അങ്ങനെ നശിപ്പിക്കരുത്. ആർത്തിയാലേ ചെറുനാരകം കണ്ടപ്പോഴത്തേക്കും പറിക്കാൻ പോവാ. എല്ലാരും പറിക്കുന്നത് നമ്മളിപ്പോ പറഞ്ഞതേ ഉള്ളൂ അല്ലേ? മാതള നാരങ്ങയോ? മാതളല്ലേ? അതെ, അതാണോ അത്? മാതള നാരങ്ങല്ലേ? അതെ. ഉള്ളില് ചൊമ്പയുള്ള സാധനമാണ് ഉദ്ദേശിക്കുന്നത്. അത് തന്നെയാണ് ഉദ്ദേശിച്ചത്. അതിന്റെ കൃഷി ഉണ്ട് കേട്ടോ ഇവിടെ, നിറച്ചതാണ് അല്ലേ? അതെ, അവിടെ നോക്കിയേ. അതേതാ? അത് തന്നെയാണോ? ഇത് ആപ്പിള്. ഇത് ആപ്പിള്. ഇവിടെ ആപ്പിളും ഉണ്ട് കേട്ടോ. കാരണം നല്ല തണുപ്പാണ് ഈ മുകളില്. ഇത് മറയൂർ കാന്തല്ലൂർ ആപ്പിളാണ്. ആപ്പിള് കിടക്കുന്നുണ്ടാ? കുഞ്ഞാപ്പിള് അല്ലേ? ക്യൂട്ടായിട്ട് കുഞ്ഞാപ്പിള്. ഇവിടെ ടീ ഷോപ്പ് ഉണ്ട്, ഭ്രമരം ടീ സ്റ്റാൾ അല്ലേ? അവിടെ ചായ കുടിക്കാടി. ചായ കുടിച്ചിട്ട് പോവാ അല്ലേ? അല്ല, നല്ലത്. ബ്രഹരം ടീ സ്റ്റാൾ എന്നാണല്ലോ എഴുതിയേക്കണേ. ബ്രഹരം എന്നാണല്ലോ. അതിപ്പോ അവർക്ക് മാറിപ്പോയോ? ചോദിച്ചു നോക്കാം അല്ലേ? ചെരിഞ്ഞു നിൽക്കുക അല്ലേ? ചെരിഞ്ഞ് കുത്തി നിൽക്കാണ്. അവർ പതുക്കെ ഇറക്കിക്കൊണ്ട് വരുവാണ്. പതുക്കെ ഇറക്കുവാണേ. ഓക്കെ, ഡൺ. സൂപ്പറായി അല്ലേ? ആൾക്കാർ വന്നോണ്ടിരിക്കുകയാണേ. ഈ ജീപ്പൊക്കെ കാണുമ്പോ ശരിക്കും ആ ഭ്രമരം സിനിമ ശരിക്കും ഓർമ്മ വരുവാ. ലാലേട്ടൻ എടുക്കണത്. അതെ അതെ. 600 വണ്ടിയെങ്കിലും ഇവിടെ വരുമെന്ന്.
600 ജീപ്പാ ഡെയിലിയാ? ശനി ഞായറും അല്ലേ? ശനി ഞായറും 600 ജീപ്പുകൾ വരുന്നുണ്ട്. 600 ജീപ്പൊക്കെ വരുന്നു. ചേച്ചി പേരെന്താ ചേച്ചി? രാധിക. രാധിക ചേച്ചി. ചേച്ചി പറയാണ് ഇവിടെ 600 ജീപ്പോളം ശനി ഞായർ ദിവസം വരുന്നല്ലേ ചേച്ചി? പിന്നെ ഞങ്ങൾ ഇവിടെ വന്നപ്പോഴും ശ്രദ്ധിച്ചൊരു കാര്യം, എന്താ ബ്രഹർ എന്നിട്ടേക്കണ പേര്? സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയി. നമ്മുടെ ഷോപ്പിന്റെ പേര് ബ്രഹർ എന്നിട്ടേക്കണതേ. നമ്മളും വിചാരിച്ചു ബ്രഹ്മരെന്ന് ഇടാനാണല്ലോ ചാൻസ്. നെക്സ്റ്റ് ടൈം മാറ്റും അല്ലേ? ഇവിടെ ഒത്തിരി പേര് വരാറുണ്ട് ചേച്ചി, ടൂറിസ്റ്റുകൾ? ഒരുപാട് പേര്. അതെ അല്ലേ? ഒരുപാട് പേര് വരും. എത്ര ടൈമിംഗ് ഒക്കെ എപ്പോഴാ? രാവിലെ തൊട്ട് കാലത്ത് 6 മണി തുടങ്ങി വൈകിട്ട് 6 മണി വരെ. 6 മണി വരെ, 6:30, 7 മണി വരെയൊക്കെ കാണും. ഗസ്റ്റുകൾ കൂടുതലുള്ള സമയത്ത് കാണും. പുറത്തെ ഏരിയയിൽ നിന്നൊക്കെ ഒത്തിരി പേര് വരുന്നുണ്ടാവും. ഒരുപാട് ഫോറിനേഴ്സ് ഒക്കെ വരുമോ? ഫോറിനേഴ്സ് അത്രയും വന്നിട്ടില്ല അല്ലേ? എനിക്ക് തോന്നുന്നു അത്രയ്ക്ക് അറിഞ്ഞിട്ടില്ല. മലയാളികളും തമിഴ്ക്കാരുമാണ് കൂടുതലായിട്ട് വരുന്നത്. അതെ അതെ, സിനിമ. അതെ അതെ അതെ. പിന്നെ ഇവിടെ ഇപ്പൊ ഈ ഏറുമാടം അതൊക്കെ ഇപ്പൊ വന്നതാണോ ഇതിനോടനുബന്ധിച്ച്? ഈ ട്രീ ഹൗസ് എന്ന് പറയുന്നത് ആണോ? ഈ ട്രീ ഹൗസ് അങ്ങനെ പറയണേ അല്ലേ? ഈ എസ്റ്റികൾക്ക് ആനയ്ക്ക് സുരക്ഷിതത്തിന് വേണ്ടിയിട്ടാണ് ഈ ട്രീ ഹൗസ്. അത് ശരി. ആന വരുമ്പോ അവർക്ക് മേളിൽ നിന്ന് കയറി സുരക്ഷിതമായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ട്രീ ഹൗസ്. ആർക്ക് സുരക്ഷിതമായിട്ട്? എസ്റ്റികൾ. ഇവിടെ എസ്റ്റികളാണ് കൂടുതൽ. ട്രൈബൽസ് അവരുണ്ട് ഇവിടെ. മുതുവാൻസ് ആണ് ഇവിടെ കൂടുതൽ. മുതുവാന്മാരല്ലേ? അവരുടെ സ്ഥലമാണ് ഇത്. അത് ശരി. അപ്പൊ അവരുടെ വീടുകളാണോ ഈ താഴെ കാണുന്നതൊക്കെ? ലെമൺ ക്രോസ് ഇല്ലേ, ആ പുല്ലില്ലേ, അത് മേക്കിംഗ് ചെയ്യണത് ഇവിടെ ഉണ്ട്. പുൽത്തൈലാണോ? പുൽത്തൈല. അത് ഇവര് ഉണ്ടാക്കുന്നുണ്ട്. അത് ശരി. പേരക്ക, സബ്രജില്ല, അങ്ങനെ ഒരുപാട്. സ്ട്രോബെറി, ഒരുപാട് ആണോ? ഇവിടെ ഉണ്ടല്ലോ. ആപ്പിൾ കൃഷിയുണ്ട്. അത് ഞങ്ങൾ വന്നപ്പോ ഒരു മരത്തിൽ കണ്ടു ചെറുതായിട്ട്. അത് ശരി. എല്ലാം വളം ഇല്ലാതെ ആണല്ലേ? ഇങ്ങനെ തന്നെ ഉണ്ടാക്കണതാ. തന്നെ വെച്ച് പിടിപ്പിക്കും. പിന്നെ വളങ്ങളൊന്നും കൂട്ടത്തില്ല. തേന്, പിന്നെ ഉപ്പുൽത്തൈല, ഇതെല്ലാം ഇവിടുത്തെ ഒറിജിനലാ. അതെയാ? ചേച്ചി എവിടെ താമസിക്കണം അപ്പൊ? ഞങ്ങൾ കോവിൽക്കടവ്. ഇത് മിൽമേന്ന് കൊണ്ടിരുന്ന പാലല്ലോ? പാല് ഇത് പശുമ്പാല. അതെയാ? കറക്റ്റ് മനസ്സിലായില്ലേ? പശുമ്പാല നമ്മുടെ കടയില് യൂസ് ചെയ്യുന്നത്. കന്നാസിൽ വരുമ്പോ ഞങ്ങൾ അവിടുന്ന് പിടിച്ചുകൊണ്ട് പാക്കറ്റ് പാല് യൂസ് ചെയ്യുക. ആണല്ലേ? ഞാൻ ആദ്യത്തെ സിപ്പ് എടുത്തപ്പോ വിചാരിച്ചു വേറൊരു ടേസ്റ്റ്. നമ്മൾ ഇത്രയും ശീലിച്ചത് വേറെ വേറെ. ഇവിടെ വന്നിട്ട് പശുക്കൾ കൂടുതലുള്ള സ്ഥലം. അപ്പം പശുമ്പാലാണ് നമ്മുടെ കടയിൽ. അടിപൊളി. അപ്പൊ ഇവിടെ വന്ന നല്ല പശുവിന്റെ പാല് കുടിക്കാം. അപ്പൊ നല്ല പശുവിന്റെ ചായ പാലായിട്ട് കൊടുക്കുന്നുണ്ടോ? പാല് വേണമെങ്കിൽ കൊടുക്കും അല്ലേ? അപ്പൊ അത് കുടിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടേക്ക് വരാട്ടോ. അടിപൊളിയാ. ശരിക്കും ടേസ്റ്റ് മനസ്സിലാവും. ബൂസ്റ്റ് ഒക്കെ ഉണ്ട് അല്ലേ? ബൂസ്റ്റും ഹോർലിക്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ചേച്ചി കൊടുക്കുന്നുണ്ട് ഇവിടെ. ചേച്ചി ഒറ്റയ്ക്കാണോ? വേറൊരു ചേച്ചി ഉണ്ടായിരുന്നല്ലോ. ചേച്ചിയുണ്ട്. അതെ, ഇവിടെ ഒളിച്ചിരിപ്പുണ്ട് ഒരാള്. ചേച്ചിയുടെ പേരെന്താ? സുജാത ചേച്ചി. രണ്ടുപേരും കൂടെ നടത്തണേ അല്ലേ? അല്ല, തിരക്ക് വരുമ്പോ ചേട്ടൻ വരും, പിള്ളേരൊക്കെ വരും, പിന്നെ ആൾക്കാരുണ്ടാകും. ആണോ? തിരക്ക് വരുമ്പോ ഇതൊന്നും അല്ല. അതെ അല്ലേ? നല്ല തിരക്കായിരിക്കും. ശരി. പിന്നെ ഇപ്പൊ വെക്കേഷൻ ആവാൻ പോവല്ലേ? അതാ, ശനിയാഴ്ച ഞായറാഴ്ച ആൾക്കാർ ഒരുപാട് കൂടുതല്. പിന്നെ അവധി ദിവസങ്ങളില്, ഗവൺമെന്റ് ഹോളിഡേ, അങ്ങനത്തെ ദിവസങ്ങളിലൊക്കെ ഒരുപാട്. ഇവിടെ ഒന്നും ജീപ്പൊന്നും നിൽക്കാൻ പറ്റാത്ത തിരക്കായിരിക്കും. അത് ശരി. ഇവിടെ എല്ലാം ജീപ്പായിരിക്കും. അത് മൊത്തം ജീപ്പാ. പിന്നെ ഈ തണുപ്പ് കാലത്തായതുകൊണ്ടേ ഒരുപാട് വണ്ടികൾ. ഇപ്പൊ ഈ പിന്നെ ശനിയാഴ്ച ബുക്കിംഗ് മാത്രം ഒരു ടീം മാത്രം 80 വണ്ടി. ഇവിടേക്ക് ബുക്ക് ചെയ്യോ? അവര് റിസോർട്ടിൽ ബുക്ക് ചെയ്ത് വരും. അതുമായിട്ട് കണക്ട് ചെയ്ത് ഇവിടെ വരും അല്ലേ? ഒരു ടീം മാത്രം 80 വണ്ടി എന്ന് വെച്ചാ പല ടീമുകളുണ്ട് ഇവിടെ. അത് ശരി. അങ്ങനെ വരും. ഇവിടത്തെ ലോക്കൽ ആൾക്കാരുടെ തന്നെയല്ലേ ഈ ജീപ്പുകള്? കാന്തല്ലൂര്, മറയൂര്, പിന്നെ തലയാറ്, ഇങ്ങനെ ഇവിടെ കുറച്ച് ദൂരത്തു നിന്നുള്ള വണ്ടികൾ ആക്കിയിട്ട് വരും അല്ലേ? 600 വണ്ടികളോളം ആണല്ലേ? ഇപ്പൊ ഇവിടെ ഇപ്പൊ ഇങ്ങനെ ഈ ഷോപ്പ് തുടങ്ങണേന് അങ്ങനെ വല്ല പെർമിഷൻ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ? ഷോപ്പ് നമുക്ക് പഞ്ചായത്ത് ലൈസൻസ് വേണം. ഫുഡൊക്കെ നമ്മൾ കൊടുക്കുന്നത് കൊണ്ട് ഒറിജിനലാണ്, ചീത്തയല്ലാതെ. ഗസ്റ്റുകൾ വരുന്നത് കൊണ്ട് അങ്ങനെ ചെക്കിംഗ് ഒക്കെ ഉണ്ട്. ആണല്ലേ? പഞ്ചായത്തിൽ പെർമിഷനോടെയാണ് നടത്തുന്നത്. അപ്പൊ എല്ലാം നല്ല പെർമിഷനോടും കാര്യങ്ങളൊക്കെ കൂടിയൊക്കെയാണ് ഇത് ചെയ്യണേ അല്ലേ? ഓക്കെ. അപ്പൊ നമ്മളിത് ചായ കുടിച്ച് 2 പഴംപൊരി പറഞ്ഞു. ഏതാ ഫ്രണ്ടില് കറക്റ്റ് ആണോ? അത് ശരിയാണ്. പുൽത്തൈലൊക്കെ വേണമെങ്കിൽ ഞങ്ങളോട് കോണ്ടാക്ട് ചെയ്യുക. 2700 വരും ഒറിജിനൽ. അപ്പൊ ചിന്നു വായു. അപ്പൊ നമുക്ക് ഇന്നത്തെ കാഴ്ചകൾ അടിപൊളിയല്ലേ? അടിപൊളി കാഴ്ചകളാണ്. ഇവിടുന്ന് കണ്ണെടുക്കാൻ തോന്നില്ല. അത്ര ചുറ്റിലും മലനിരകളും ആ പാറക്കെട്ടുകളൊക്കെ ആ സൂര്യപ്രകാശം വന്ന് അടിക്കണതും ആ ഈവനിങ് വൈബാണ്. ഇപ്പൊ നമ്മൾ ഈവനിങ് സമയത്താണ് വന്നത്. മോർണിംഗ് വൈബും അടിപൊളിയായിരിക്കും. അപ്പൊ ഇവിടെ
അതുപോലെ തന്നെ റീഫ്രഷ്മെന്റിനും ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. മാക്സിമം അവധി ദിവസങ്ങളിൽ വരാതിരിക്കാൻ നോക്കാന്ന് പറഞ്ഞു. കാരണം അവര് പറഞ്ഞ 600 എത്ര ജീപ്പ് 600 അല്ലേ 600-ലധികം ജീപ്പുകൾ ജീപ്പുകൾ വരുന്നുണ്ടെന്ന്. അപ്പൊ ഒരു ജീപ്പിൽ എങ്ങനെ പോയാലും 5 പേരുണ്ടാവും. ഈ 5 പേരെ പോട്ട് 2 പേരെ ഉള്ളെങ്കിലും 1200 പേരായ നമുക്കിവിടെ വന്നാൽ ഒരു ഫ്രീഡം കിട്ടില്ല, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് അവധി ദിവസങ്ങൾ ഒഴികെയുള്ള ദിവസങ്ങൾ നോക്കി വരുവാണെങ്കിൽ ഇന്ന് ഞങ്ങൾക്ക് കുഴപ്പമില്ല. ഇന്ന് ദിവസം വ്യാഴം, ഇന്ന് വലിയ പ്രശ്നമില്ലായിരുന്നു. വ്യാഴാഴ്ച എന്നാലും തിരക്കുണ്ട്, പക്ഷെ കുഴപ്പമില്ല. പിന്നെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല പശുവിന്റെ പാലിലുള്ള പാലും കുടിക്കാം, വേണമെങ്കിൽ ചായയും കുടിക്കാം. അടിപൊളിയാണ്. അത് നമുക്ക് എവിടെയും അധികം കിട്ടാത്തതാണ് അല്ലേ. അടച്ചു കേട്ടോ, ഇപ്പൊ ആ കട അടച്ചു. 6 മണിയാകുമ്പോഴേക്കും ചേച്ചി ക്ലോസ് ചെയ്യുന്നു പറഞ്ഞു. അപ്പൊ എല്ലാം കൊണ്ട് അടിപൊളിയാണ് അല്ലേ. അതെ, അപ്പം സൂപ്പറാണ്. ഇവിടുത്തെ വ്യൂ പോയിന്റ്സ് ഒക്കെ സൂപ്പറാണ്. വ്യൂ പോയിന്റ് എല്ലാം നല്ലതാണ്. നല്ല സൺസെറ്റ് ഉണ്ട്, എല്ലാം കാണാൻ കൊള്ളാം, അടിപൊളിയാണ്. നല്ല ഒരു പറ്റ മനുഷ്യരുണ്ട്. യാത്ര വന്നത് നഷ്ടമായിട്ടില്ല. അതെ, യാത്ര വന്നത് നഷ്ടമായില്ല. അപ്പൊ എല്ലാം നല്ലതിനാവട്ടെ, അടിപൊളിയാവട്ടെ. ജിങ്കാ ലാ ലാ ജിങ്കാ ലാ ലാ.